ഹായ് സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാർ, ഇത് പുതിയ ബൂട്ട്സ് വന്നതിൽ ലേറ്റസ്റ്റ് മോഡലാണ്. ഓക്കെ. കൊള്ളാലോ, ഇതെടുക്കാം. ഗുഡ് ചോയ്സ് സാർ. സാർ പേയ്മെന്റ് എങ്ങനെയാ? ജിപേ ചെയ്യാലോ അല്ലേ? സാർ ഇത് ഡിക്ലൈൻ ആണല്ലോ. ആണോ? കാർഡ് വന്നോട്ടെ. ഓക്കെ. ടാപ്പ് ചെയ്തോ. താങ്ക് യു. ഓക്കെ. ബോസേ, അത് ബോസ് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. അത് നടന്നില്ല ബോസ്. അത് ബോസ് ഞായറാഴ്ച അല്ലേ? എടാ നീ എവിടെയാ? എടാ നിനക്ക് ഈ 6 വരെയുള്ള പണി പോരാഞ്ഞിട്ടാണോ നീ സൊമാറ്റി കൂടി ഓടാൻ നിൽക്കണേ? ആ നാറയ്ക്ക് ഞായറാഴ്ചയായിട്ട് സെഷൻ ഉണ്ടാക്കാത്തന്നെ എന്നെ വിളിച്ച് തെറി പറഞ്ഞടാ. 6 ദിവസം പണിയെടുക്കുന്നത് പോരാഞ്ഞിട്ടാണ് ഇന്നൊരു ക്ലൈമറ്റ് സെറ്റ് ആക്കിയത്. അവസാന നിമിഷം അങ്ങനെ എന്തൊരു ഹോസ്പിറ്റലൈസ് എന്തോ പറഞ്ഞത് ഫ്ലിപ്പായി. അതിന് ഞാനിപ്പോ അയാളുടെ വായിരിക്കുന്ന തെറി കേൾക്കണമെന്ന് പറഞ്ഞിങ്ങനെ നടക്കുക. അത് ഈ ഞായറാഴ്ച പുല്ല്. നീ എപ്പോ വരും? എനിക്കിതെല്ലാം നടന്നു അടിക്കണം. എടാ നീ എടുക്കണ പണി പോരാഞ്ഞിട്ടല്ലേ ഈ സൊമാറ്റിലോട് ഉണ്ടാക്കാൻ പോണേ. ഈ കോഴികളൊക്കെ നീ എവിടെ കൊണ്ടുവയ്ക്കണേ? നിന്നോട് ഞാൻ ഫണ്ട് ചോദിച്ചാ? നീ എന്തായാലും സ്പോട്ടിക്ക് വാ. ഇന്നെന്തായാലും 2 അടിക്കണം. പണ്ടാറടങ്ങാനായിട്ട് ആ വണ്ടിയും പഞ്ചറായി എടുക്കാം. നീ അത് പോയി എടുക്കണം. നടന്ന മനുഷ്യന്റെ കാലൊടിഞ്ഞു. നീ വാ. എടാ നീ അടി തുടങ്ങിയാ? എടുക്കെടുക്ക്, സാധനം എടുക്ക്. എവിടെയായിരുന്നു നീ? കള്ളിനായാലും പെണ്ണിനായാലും വെയിറ്റ് ചെയ്യരുത്, അറിയാലോ. ഇതൊന്നും അത്ര പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാട്ടാ മോനെ. കോപ്പാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്. ആളുകൾ സിനിമ കണ്ടാൽ മതി. ജീവിതത്തില് ഇപ്പൊ ആണായാലും പെണ്ണായാലും അവരുടെ സർക്കിളിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇതൊക്കെ കേൾക്കണെങ്കിലേ ആദ്യം 2 അടിക്കണം. ഹലോ. ഹായ് സർ, PHB ബാങ്ക് അനു ആണേ. ക്രെഡിറ്റ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വിളിച്ചതാ. മനസ്സിലായി. എനിക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യാവോ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്തോളാം. ശരി, ഓക്കെ. താങ്ക് യു. ഇന്നെന്തായിരുന്നു സീൻ? എന്തോ പ്രശ്നം? ബോസായിട്ട് എന്തായിരുന്നു സീൻ? അതെന്നാടില്ലാത്തുള്ള മടുത്തു സത്യം പറഞ്ഞ. എന്ന് ഈ ടാർഗറ്റും പ്രഷറും. ഒരു ദിവസം ടാർഗറ്റ് മുട്ടിയാൽ തന്നെ പിറ്റേ ദിവസം ഒരു നമ്പർ പറഞ്ഞാൽ മതി. അപ്പൊ എക്കാളുടെ വയലാട്ടും തുപ്പും. കളഞ്ഞിട്ട് പോവാൻ തോന്നുന്നു സത്യം പറഞ്ഞ. അല്ല, നീ ഇപ്പൊ ഈ വർക്ക് ചെയ്യണ കമ്പനി കയറിയിട്ട് 3-4 വർഷമായില്ലേ? അത്യാവശ്യം സേവിങ്സ് ഒക്കെ നിനക്ക് ഉണ്ടാവുകയും ചെയ്യും. എങ്കിൽ പിന്നെ ആ സേവിങ്സ് ഒക്കെ വെച്ചൊരു ബിസിനസ് ഒക്കെ തുടങ്ങി കൂടെ? എന്തായാലും ഇവിടെ നിൽക്കാനൊന്നുമല്ല നിന്റെ പ്ലാൻ.
ബിസിനസ് തന്നെയല്ലേ നിന്റെ ഉദ്ദേശം? ഞങ്ങൾ തുടങ്ങ്. സേവിങ്സോ? എനിക്കോ? എന്ത് എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എൻ്റെ പൊന്നുകളിയെ നമ്മൾ വാങ്ങിച്ച കള്ള തന്നെ എൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് വാങ്ങിയതാ. അല്ല, അപ്പൊ ഇത്ര നാളെ ഉണ്ടാക്കിയ പൈസ ഒക്കെ ഇവിടെ കൊണ്ട് കളഞ്ഞു. ഞാൻ കരുതി നിനക്ക് സേവിങ്സ് ഒക്കെ ഉണ്ടാവുന്ന. സേവിങ്സ് ഉണ്ടല്ലോ. ദേ കാറ്, വീട്ടിലെ ഫ്രിഡ്ജ്, AC, TV, മാക്, പിന്നെ ഐഫോൺ. എടാ 3 വർഷമായിട്ട് 22,000 ശമ്പളം വാങ്ങിക്കണ എന്റെ കാര്യമല്ല, 1 ലക്ഷത്തിന് മേളിൽ ശമ്പളമുള്ള നിന്റെ കാര്യമാ. നീ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മാസം മാസം വാങ്ങിക്കുള്ളല്ലോ. എടാ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ട്. ഇതന്നെ ഒന്നിനും തികയില്ല. ക്രെഡിറ്റ് കാർഡ് ബിൽ അടയ്ക്കുമ്പോൾ തന്നെ പകുതി ശമ്പളം തീരും. പിന്നെ കാറിൻ്റെ EMI, മറ്റ് EMI, മറിച്ച് EMI. എടാ എനിക്ക് ഫുഡ് കഴിക്കണ്ടേ? ഇവിടെ എറണാകുളത്ത് ഒരു നേരത്തെ ഫുഡ് കഴിക്കണം എങ്ങനെ വേണം? 150 രൂപ. അപ്പൊ നീ വീട്ടിലേക്ക് എത്ര ചോദിക്കും മാസം? അത് പറയാതിരിക്കേ ഭേദം. 2-3 മാസമായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി ഈ മാസം ക്രെഡിറ്റ് കാർഡിന് എടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കണം. നിനക്ക് ഇത്രയും ക്രെഡിറ്റ് കാർഡ് ബില്ല് വരെ നീ എന്താ വാങ്ങിക്കുന്നത്? ആർക്കറിയാം. നീ ആദ്യേ ഈ ക്രെഡിറ്റ് കാർഡ് ഒന്ന് മര്യാദക്ക് യൂസ് ചെയ്യും. എടാ ആവശ്യത്തിന് മതിയല്ല, അത്യാവശ്യം ഒരെണ്ണം വല്ലതും വെക്കി. ഇവിടെ 3 ഉണ്ടായിട്ടൊന്നും തികയണില്ല. അപ്പോഴോ? അതൊക്കെ പോട്ടെ, നിനക്ക് എത്ര ഉണ്ട് സേവിങ്സ്? ഒരുപാടൊന്നുമില്ല, ഒരു 4-4.5 കാണും. 4 ലക്ഷം? കല്യാണപ്രായമൊക്കെ ആയില്ലടാ. എന്റെ കല്യാണത്തിലുള്ള ഫണ്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്യണ്ടേ? അപ്പോൾ കിട്ടുന്ന കാശൊക്കെ കല്യാണ ഫണ്ടിലോട്ട് പോകും. ഏകദേശം എൻ്റെ കൂട്ട് തന്നെ. വീട്ടിലോട്ടൊന്നും കൊടുക്കാൻ പറ്റാറില്ല. ആ ബെസ്റ്റ്. നിന്റെ കൂട്ടേ എന്റെ പിന്നെ സർക്കാർ പെൻഷനൊന്നുമില്ല, ഞാൻ കൊടുത്തില്ലെങ്കിലും ജീവിക്കാനായിട്ട്. പിന്നെ നീ എപ്പോൾ മാസം വീട്ടിലേക്ക് എത്ര കൊടുക്കും? ഒരു 15,000 വെച്ച് കൊടുക്കും മാസം. നിനക്ക് ഈ കിട്ടുന്ന 22,000 നിന്ന് 15,000 രൂപ വീട്ടിലേക്കും കൊടുത്ത് സേവിങ്സും കഴിഞ്ഞ് എങ്ങനെ ജീവിക്കുന്നടാ? അതിനിപ്പോ എന്നാടാ, 2,000 രൂപയ്ക്ക് മെസ്സിന്ന് 3 നേരം ഫുഡ് കിട്ടും. പിന്നെ 2,000 റൂം റെന്റ്, പിന്നെ പെട്രോൾ അടിക്കാനും ഈ അല്ലറ ചില്ലറ ഇങ്ങനത്തെ അടിക്കും സൊമാറ്റോ അടി കിട്ടും. അതൊക്കെ തന്നെ ധാരാളം. നിന്റെ വീട്ടിൽ ചെലവഴിയ മാസം 10,000 രൂപ മതി. അതിനൊക്കെ അപ്പം പുലിയാ. പണ്ട് പുള്ളിക്ക് ദിവസം 300 ഇട്ടുകൊണ്ടിരുന്ന കാലത്ത് എന്നെയും പഠിപ്പിച്ച് വീട്ടിലെ ചെലവ് നോക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ കൊടുക്കണ പൈസ വെച്ച് അത്യാവശ്യം പുള്ളി അല്ലറ ചില്ലറ ചിട്ടിയൊക്കെ പിടിച്ച് ബാക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ല. അപ്പൊ ദരിദ്രൻ ഞാനാ? ദാരിദ്ര്യോ? എന്തേ? ശരിക്കുള്ള ദാരിദ്ര്യം തിരിച്ചാടാ. എടാ നമ്മുടെ വീട്ടിലെ കാശിന്റെ വരവ് പറയുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളോട് പറയില്ല, നമ്മളെ അറിയിക്കത്തില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴേ കറികളുടെ എണ്ണവും കുറഞ്ഞു വരും. പിന്നെ ഈ മഴക്കാലത്ത് ബാത്റൂമിലെ ബക്കറ്റൊക്കെ ഹാളിലും അടുക്കളയിലൊക്കെ ആയിരിക്കും ഈ ചോർന്നിട്ടേ. എടാ ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ, ഒരിക്കലും ഞങ്ങളൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. എപ്പോൾ ചോദിച്ചാലും പിന്നെ കഴിച്ചോളാന്ന് പറയും. അതുപോലെ തന്നെ അച്ഛനൊരിക്കലും ഭക്ഷണം മുഴുവൻ കഴിക്കാറുമില്ല. എപ്പോഴും കല്ലാന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റു. പിന്നെ മനസ്സിലായ ആകെ ഉണ്ടായിരുന്ന ഭക്ഷണം അമ്മ എനിക്കും അച്ഛനെ തന്നുകൊണ്ടിരുന്നു. അത് മനസ്സിലാക്കിയോണ്ടായിരിക്കാം ചിലപ്പോൾ അച്ഛൻ ഭക്ഷണം മതിയാക്കി പോയിക്കൊണ്ടിരുന്നു. എടാ പണത്തിനെപ്പോഴും പണം തന്നെ വേണോടാ. അതിപ്പോൾ എത്ര വേണ്ടപ്പെട്ടവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ കാര്യമുള്ളൂ. മനുഷ്യനൊരിക്കലും മനസ്സിലാവാത്ത ഭാഷയാണ് പണം സംസാരിക്കുന്ന ഭാഷ. അതുകൊണ്ട് എടാ ഞാൻ നോക്കിയിട്ട് നിനക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. നീ ആദ്യം ക്രെഡിറ്റ് കാർഡിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കും. എടാ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും നിനക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യാനല്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത നിനക്ക് സേവിങ്സ് ഇല്ലാന്ന് പറഞ്ഞതാ. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എപ്പോഴും. എടാ അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് അറിയോ നിനക്ക്? എന്താ? ഞാൻ ജനിച്ചത് മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ്. നീ കുറച്ചുകൂടെ ഫിനാൻഷ്യൽ ലോ ആയിട്ടുള്ള ഫാമിലിയിലും. ഡോണ്ട് ഗെറ്റ് ഒഫൻഡഡ്, ഓക്കെ? അയ്യേ ഒഫൻഡഡ് ആവാൻ എന്താ? മിഡിൽ ക്ലാസ് ആയ എന്താ പ്രശ്നം? എടാ നീ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഉണ്ട്. ഈ ഭൂരിഭാഗം മിഡിൽ ക്ലാസ് ഫാമിലിക്കും കൂടെ കൂടുന്നൊരു സാധനമുണ്ട്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നിനക്കറിയോ, അച്ഛൻ ആദ്യമായിട്ട് PF നിന്ന് ലോൺ എടുക്കുന്ന തന്നെ ഞങ്ങളുടെ ആദ്യത്തെ കാറ് വാങ്ങാനാ. അത് നമ്മൾ 7 അച്ഛൻ്റെ ഏട്ടൻ കാറ് വാങ്ങി കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛനും കാറ് വാങ്ങി. വിളിച്ചൻ്റെ കാറ് 800 ആയിരുന്നു. നമ്മൾ മോശക്കാരാൻ പാടില്ലല്ലോ. അച്ഛൻ പോയി ഒരു ഓൾട്ടങ് വാങ്ങി. അച്ഛൻ്റെ തെറ്റല്ല, നമ്മുടെ ആരുടെയും തെറ്റല്ല. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ആവുന്ന ഒരു തരം പ്രാന്തുണ്ട്. ടു ബി ദ ബെറ്റർ വൺ, മോർ പ്രിസൈസ്ലി ടു ഷോ കേസ് ദ ബെറ്റർ വൺ. എല്ലാ ഒരു തരത്തിൽ അഭിനയല്ലടാ. നമ്മൾ ജീവിക്കുന്ന ജീവിതം അടിപൊളിയാണെന്നും
നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ എടുത്തൊരു അഭിനയം. അതിനുവേണ്ടി ഇല്ലാത്ത കാശ് കൊടുത്ത് കോസ്റ്റ്ലി കാർ വാങ്ങും, കോസ്റ്റ്ലി ഡ്രസ്സ് വാങ്ങും, വലിയ വീട് വയ്ക്കും. എന്നിട്ടോ ഇതെല്ലാം വീട്ടാൻ വേണ്ടി 70 വയസ്സ് പണിക്കുമ്പോൾ ദ സോ കോൾഡ് മിഡിൽ ക്ലാസ് മാൻ. ജനിക്കാണെങ്കിൽ ഒന്നിൽ ലോ ക്ലാസ് ഫാമിലി, ഇല്ലേ ഹൈ ക്ലാസ് പഠിക്കണം. ഇതിന്റെ ഇടയ്ക്കുള്ള ഈ മിഡിൽ ക്ലാസ് ഫാമിലി ഉണ്ടല്ലോ, എന്റെ മോനെ ഒരിക്കലും ജനിക്കരുത്. അത് ശരിയാ. ഒന്നാലോചിച്ചാൽ ഞങ്ങളെ പോലെ കാശില്ലാത്ത വീട് ജനിക്കുന്നത് നല്ലത്. അതാവുമ്പോ നിങ്ങളെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നുമില്ല. ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കാം. ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില സമയത്തെ റിയാലിറ്റി ഞങ്ങളെ വല്ലാണ്ടങ്ങ് വിഷമിപ്പിക്കും. അപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില ആയുസ്സുള്ള സന്തോഷങ്ങളുണ്ട്. അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. എടാ, നീ നിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടില്ലേ, വലിയ കമ്പനി, കോടികളുടെ ടേൺ ഓവറൊക്കെ. എടാ, എൻ്റെ സന്തോഷം എന്താണെന്നറിയോ, എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? എടാ, നീ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലേ, പാടത്തിൻ്റെ സൈഡിലാണ് വീട്. അപ്പം ഈ മഴക്കാലത്ത് തിണ്ണക്കിറങ്ങിയിരുന്ന ഈ മാക്രിയും ചീവിയുടെ കരണം ഒച്ചയേക്കാൻ പറ്റും. എടാ, നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അപ്പൻ നാടൻ സാധനമൊക്കെ അടിച്ചോണ്ട് ഒരു മാസ്റ്റർ പീസ് പാട്ടുണ്ട്. ഞാനും അമ്മയും അതൊക്കെ കേട്ട് തിണ്ണക്കിരിക്കും. എടാ, വീടൊക്കെ ഒന്ന് നന്നാക്കണം, ഒരു കല്യാണമൊക്കെ കഴിക്കണം. ഏതെങ്കിലും ഒരു മഴക്കാലത്ത് എൻ്റെ അപ്പൻ്റെ കൂടെ ആ തിണ്ണക്കിരുന്നൊരു ഫോറിൻ സാധനം അടിക്കണം. എടാ, സ്വന്തം അപ്പൻ്റെ ഒപ്പം വെള്ളം അടിക്കുന്ന ആകില്ലാത്ത ഏതോ അമ്മക്കളാണ് ഉള്ളത്. പിന്നെ എനിക്ക് പേടിയില്ലാതെ എൻ്റെ അപ്പനൊന്ന് കെട്ടിപ്പിടിക്കണം, ഒരു ഉമ്മ കൊടുക്കണം. എടാ, ഞാൻ എൻ്റെ കുഞ്ഞിന് പോലും അപ്പനൊരു ഉമ്മ കൊടുത്തിട്ടില്ല. പേടിയായിരുന്നു, ഇപ്പോഴും അതൊക്കെ തന്നെ. എടാ, അത് എനിക്ക് മാത്രമല്ല, മിക്ക അമ്മക്കൊക്കെ ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. പിന്നെ അന്ന് നിന്നും അമ്മയ്ക്കൊരു മാക്സിമം വെച്ചെടുത്ത അമ്മ ഹാപ്പി. എടാ, അവർ രണ്ടുപേരും ഹാപ്പി ആയിരിക്കണം. എടാ, എനിക്ക് അത്രയൊക്കെയുള്ള ആഗ്രഹം. എടാ, പണ്ട് നമുക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ ഏറ്റവും പൊട്ടത്തരം എന്തായിരുന്നു അറിയോ? എന്താ? പെട്ടെന്ന് വലുതാവണമെന്നായിരുന്നു. വളരെ ഉണ്ടായിരുന്നു, ഒന്നും അറിയും വേണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ വലുതായി പോയല്ലടാ. ഇപ്പൊ അച്ഛൻ്റെ പ്രശ്നങ്ങൾ എന്നോടാ പറയുന്നത്. ഞാനോ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരോട് മറച്ചു വയ്ക്കുക. ഒരിക്കൽ ഒരു ദിവസം എന്തായാലും നമ്മൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ പണ്ടോറടങ്ങി പോവും. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ശരി ശരി, വാ പോവാം. രാവിലെ ഓഫീസിൽ പോകണം. അപ്പൊ ശരി എന്നാ, ടേക്ക് കെയർ. നാളെ പോയി കേട്ടിട്ട് വരൂ. അടിച്ചാണ്ടാക്കി കൊടുക്കാൻ ഞാനുണ്ട്. അപ്പൊ ഓക്കെ, ബൈ. എടാ, പണ്ട് നമുക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങളിൽ ഏറ്റവും പൊട്ടത്തരം എന്തായിരുന്നു അറിയോ? പെട്ടെന്ന് വലുതാവണമെന്നായിരുന്നു. വളരെ ഉണ്ടായിരുന്നു, ഒന്നും അറിയും വേണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ വലുതായി പോയല്ലടാ. ഹലോ, ക്രെഡിറ്റ് കാർഡ് വേരിയന്റ് ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്തോന്ന് അറിയാൻ വിളിച്ചതാ. ഡു ഹാവ് എനി ഓപ്ഷൻ ടു ക്യാൻസൽ ദ കാർഡ്?